അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 20-ാം യൂണിറ്റിലെ ഡോക്ടർ ത്വഹാ ഹുസൈനിന്റെ 3 നസ്സുകളിൽ നിന്നുള്ള ആദ്യത്തെ നസ്സാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. അൽ അയ്യാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലെ 12-ാമത്തെ പാഠഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. ഈ ഒരു പാഠഭാഗത്തിൽ ചെറുപ്പകാലഘട്ടത്തിൽ ത്വഹാ ഹുസൈൻ അദ്ദേഹം അസ്ഹറിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ഒരാളായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഒരു അസ്ഹരിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തിനോട് ഒരു വർഷം കൂടെ കാത്തു നിൽക്കാൻ ആവശ്യപ്പെടുകയാണ്. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന മാനസികാവസ്ഥയാണ് അദ്ദേഹം ഇതിലൂടെ പ്രതിഫലിപ്പിക്കുന്നത്. നമുക്ക് ഓരോ പാരഗ്രാഫ് അർത്ഥം വെച്ച് അതിന്റെ ആശയം പറഞ്ഞു പോകാം. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്, ഒലാക്കിന്ന ഷെഹറുമല്ല, ഒരു മാസം വീണ്ടും കഴിഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ അസ്ഹരിയായിട്ടുള്ള ജ്യേഷ്ഠൻ കൈറോയിലേക്ക് അഥവാ അസ്ഹറിലേക്ക് പോയി. പക്ഷേ നമ്മുടെ സ്വഹൈബ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ത്വഹാ ഹുസൈൻ തന്നെയാണ്. ത്വഹാ ഹുസൈൻ അദ്ദേഹം എവിടെയാണ് ഉള്ളത് അവിടെ തന്നെ ബാക്കിയായി. അദ്ദേഹം അസ്ഹറിലേക്ക് യാത്ര പോയിട്ടില്ല. അദ്ദേഹം തലപ്പാവോ ജുബയോ കുത്തുഫാനോ ധരിച്ചിട്ടില്ല. കുത്തുഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുബയുടെ മേലെ ധരിക്കുന്ന ഒരു വസ്ത്രമാണ്. അതായത് അദ്ദേഹത്തിന് അസ്ഹറിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ചെറിയ കുട്ടിയായി തന്നെ നിലനിന്നു. ആരും അദ്ദേഹത്തിന് അസ്ഹറിലേക്ക് പറഞ്ഞയച്ചില്ല. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തെ ചുമക്കാനും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തിനോട് കൂടെ ഈ സഹോദരനെ അസ്ഹറിലേക്ക് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ സഹോദരൻ അദ്ദേഹത്തിനോട് ഒരു വർഷം കൂടെ അവിടെ ഗ്രാമത്തിൽ നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഈ ചെറിയ കുട്ടിയുടെ തൃപ്തിയോ, അതായത് ത്വഹാ ഹുസൈന്റെ തൃപ്തിയോ ഇഷ്ടങ്ങളോ അദ്ദേഹത്തിന്റെ ദേഷ്യങ്ങളോ ആരും പരിഗണിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെ മാറി മറിഞ്ഞ സമയത്ത് അദ്ദേഹത്തിനോട് അസ്ഹരിയായിട്ടുള്ള ജ്യേഷ്ഠൻ അദ്ദേഹത്തിനോട് ഒരു വർഷം അദ്ദേഹത്തിനോട് അസ്ഹറിൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് 2 കിതാബുകൾ നൽകുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കിതാബ് പൂർണ്ണമായിട്ടും മനഃപ്പാഠമാക്കാനും രണ്ടാമത്തെ കിതാബിൽ നിന്ന് ചില വ്യത്യസ്തമായിട്ടുള്ള പേജുകൾ മനഃപ്പാഠമാക്കാനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി, അസ്ഹറിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് കുറച്ച് ദീർഘമായിട്ടുള്ള പാരഗ്രാഫാണ്. അതിൽ പറയുന്നത്, അദ്ദേഹത്തിന് നിർബന്ധമായിട്ടും കാണാതെ പഠിക്കാൻ കൊടുത്ത കിതാബ് അത് അൽഫിയത്ത് ബിൻ മാലിക്കായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റേ കിതാബ് അത് കുറച്ച് മത്തനുകളായിരുന്നു. അതിന് കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ അസ്ഹരിയായിട്ടുള്ള ജ്യേഷ്ഠൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അത് പഠിക്കുകയും അതിനെ പെർഫെക്റ്റ് ആക്കി തീർക്കുകയും ചെയ്തു. അതിൽ ഒരുപാട് വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ആര് പഠിക്കുന്നുണ്ട്, ഇദ്ദേഹം പഠിക്കുന്നുണ്ട്. അതിൽ ചിലതെന്താണ്, ഹരീദ, ജൗഹറ, സിറാജിയ, അതേപോലെ തന്നെ റഹബിയ, ലാമിയത്തുൽ അഫ്ആൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വിചിത്രമായിട്ട് ഇതിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് അത്ഭുതങ്ങളും ആശയക്കുഴപ്പങ്ങളുമാണ് ഉണ്ടാക്കി തീർക്കുന്നത്. കാരണം ആ കുട്ടിക്ക് അറിയില്ലല്ലോ ഇതിന്റെ ആശയങ്ങൾ എന്താണെന്ന്. പക്ഷെ അദ്ദേഹം ഇതെല്ലാം എന്തോ എൽമുമായിട്ടുള്ള ബന്ധപ്പെട്ട എൽമിന്റെ മേൽ അറിയിക്കുന്ന എന്തൊക്കെയോ ആണ് എന്ന് മനസ്സിലാക്കി വെച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, ഇതെല്ലാം മനഃപ്പാഠമാക്കുകയും മനസ്സിലാക്കിയിട്ടുമുണ്ട്. അദ്ദേഹം ഇതൊക്കെ പഠിച്ചത് കൊണ്ട് വലിയ ആലിമാവുകയും അതേപോലെ തന്നെ നാട്ടുകാർക്കിടയിലും അതേപോലെ സഹോദരന്മാർക്കിടയിലും ഉപ്പാന്റെയും ഉമ്മാന്റെയും ഇടയിലൊക്കെ അദ്ദേഹത്തിന് വലിയ സ്ഥാനം ലഭിക്കുകയും ചെയ്തു. അത് കാരണത്താൽ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കുട്ടി ഇതിന്റെ ആശയം അറിയാതിരുന്നിട്ട് കൂടെ ഇതൊക്കെ പഠിക്കുകയും ചെയ്തു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അലം യകൂനു ജമീഅത്തഹദ്ദസൂന ബിഅബ്ദിഹി ഖബല അൻ യഊദ ബിശൈഇൻ, അയാൾ അവന്റെ ജ്യേഷ്ഠൻ വരുന്നതിന്റെ ഒരു മാസം മുമ്പ് തന്നെ, മാസത്തിലാണ് നാട്ടിലേക്ക് വരിക, ആ ഒരു മാസം മുമ്പ് തന്നെ ഇവന്റെ വരവിനെ കുറിച്ച് ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ വന്നു കഴിഞ്ഞാലോ അവരെല്ലാം സന്തോഷത്തോടുകൂടെ എക്സൈറ്റഡ് ആയിട്ട് ഇവന്റെ ജ്യേഷ്ഠനെ വരവേൽപ്പിക്കുകയും ചെയ്യും. അവന്റെ നാട്ടിലെ ഷെയ്ഖായിരുന്നു ഇദ്ദേഹം. ഇവന്റെ ജ്യേഷ്ഠൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നും നോക്കാതെ അതങ്ങനെ തന്നെ വിഴുങ്ങിക്കൊണ്ട് ഈ നാട്ടിലുള്ള ആളുകൾക്ക് പറഞ്ഞ അത്ഭുതത്തോടുകൂടെ, ആശ്ചര്യത്തോടുകൂടെ, അഹങ്കാരത്തോടുകൂടെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇവന്റെ നാട്ടിലെ ഷെയ്ഖ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന്റെ നാട്ടിലെ ആളുകൾ അവനോട് അവർക്ക് വേണ്ടിയിട്ട് ഒരു തൗഹീദിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഫിഖഹിന്റെ വിഷയത്തിലൊക്കെ ക്ലാസ് എടുത്തു കൊടുക്കാൻ അവർ കേണപേക്ഷിക്കാറുണ്ടായിരുന്നു. എന്താണ് തൗഹീദ്, എന്താണ് ഫിഖ് എന്നൊന്നും ആ കുട്ടി ചോദിക്കുകയാണ്. അതായത് ഇദ്ദേഹം ത്വഹാ ഹുസൈൻ ചോദിക്കുകയാണ്, എന്താണ് തൗഹീദ്, എന്താണ് ഫിഖ്. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ആ ഷെയ്ഖ് ഇവന്റെ ജ്യേഷ്ഠനോട് വളരെ ശക്തമായിട്ട് കേണപേക്ഷിക്കും. ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്ത് അദ്ദേഹത്തിന് കഴിയുന്നതും അദ്ദേഹത്തിന് കഴിയാത്തതുമായിട്ടുള്ള ഒരുപാട് ഇവന്റെ ആഗ്രഹങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ ഷെയ്ഖ് ഇവന്റെ ജ്യേഷ്ഠനോട് ജുമാ ദിവസത്തിലുള്ള ഖുതുബ നിർവഹിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്റെ ദിവസം വന്നു കഴിഞ്ഞാലോ ആ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള അസ്ഹരിക്ക് എന്തൊരു വരവേൽപ്പും എന്തൊരു ബഹുമാനമൊക്കെയാണ് കിട്ടുന്നത് നാട്ടുകാർക്കിടയിൽ. അതുപോലെ തന്നെ എന്തൊരു ബഹുമാനമാണ് തജീലത്ത് എന്ന് പറഞ്ഞാൽ ബഹുമാനം, ഇഖ്ബാർ എന്ന് പറഞ്ഞാൽ വലുതായിട്ട് കാണിക്കുക, എന്തൊരു ബഹുമാനമാണ് ആ ജ്യേഷ്ഠന് കിട്ടുന്നത്. കാനു പ്രതിഷ്ഠറു, അവരെന്താണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പുതിയ കുത്തുഫാനും, ആ ജുബയുടെ മേലിടുന്ന വസ്ത്രമാണ് കുത്തുഫാനും അതുപോലെ തന്നെ പുതിയ ജുബയും പുതിയ തൊപ്പിയും എല്ലാം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അവർ വാങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പുതിയ വാഹനം വരെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അവർ വാങ്ങിയിട്ടുണ്ടാവും. ആ ദിവസത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പേ അവർ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. ആ ദിവസം വന്നു കഴിഞ്ഞാലോ, ആ ദിവസം പകുതിയായി കഴിഞ്ഞാൽ എല്ലാവരും, ആ കുടുംബത്തിലുള്ള എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം കിട്ടിക്കോണം എന്നില്ല. എന്നാൽ അസ്ഹരിയായ ജ്യേഷ്ഠനാണെങ്കിലോ അദ്ദേഹം പുതിയ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് അദ്ദേഹം ആ ദിവസത്തിൽ ഒരു പച്ച തലപ്പാവൊക്കെ ധരിച്ച് അദ്ദേഹത്തിന്റെ തൊഴിൽ ഒരു കാശ്മീർ ഷാളെല്ലാം ധരിക്കും. അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, ആ അസ്ഹരിയായ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഉപ്പയാണെങ്കിലോ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്, അതേപോലെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ആ പുരുഷൻ, അദ്ദേഹത്തിന്റെ അസ്ഹരിയായ ജ്യേഷ്ഠൻ, അദ്ദേഹത്തിന്റെ ഒരുക്കം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കാത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വാതിലിൽ ഒരു കുതിര നിൽക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന് പോകാനായിട്ട് നാട്ടുകാർ വെച്ചിട്ടുള്ള ഒരു കുതിര അദ്ദേഹം
അദ്ദേഹത്തിന്റെ വാതിൽക്കന്നെ തന്നെ ഉണ്ടാവും. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരുക്കമെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് വരുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിനെ ചുമന്നുകൊണ്ട് അദ്ദേഹത്തെ ആ കുതിരയുടെ മേൽ വെക്കുന്ന ഒരു സാധനമാണ് ജീനിനി. ആ ജീനിയുടെ മേൽ അദ്ദേഹത്തെ കൊണ്ടുപോയിരുത്തും. എന്നിട്ട് ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ ഇടത്തും വലത്തുമായിട്ട് അദ്ദേഹത്തെ ചുറ്റി വളഞ്ഞു നിൽക്കും. കുറച്ചാളുകൾ അദ്ദേഹത്തിന്റെ മുന്നിൽ നടക്കും, കുറച്ചാളുകൾ അദ്ദേഹത്തിന്റെ പിന്നിൽ നടക്കും. അങ്ങനെ അവർ നടന്നുകൊണ്ട് പോകും. ആ സമയത്ത് ആകാശത്തിലേക്ക് തോക്കുകളെല്ലാം ഉതിർക്കും. അതുപോലെ തന്നെ സ്ത്രീകളെല്ലാം സന്തോഷം കൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും തൊണ്ട കൊണ്ട് ശബ്ദമുണ്ടാക്കും. സന്തോഷത്തിന്റെ സമയത്ത് തൊണ്ട കൊണ്ട് ശബ്ദമുണ്ടാക്കുന്നതിനാണ് ആ യുസഖരീദിന എന്ന് പറയുക. അങ്ങനെ ശബ്ദമുണ്ടാക്കും. ആ സമയത്ത് അന്തരീക്ഷമെല്ലാം കുന്തിരിക്കം പുകച്ചുകൊണ്ടുള്ള ആ ഒരു കുന്തിരിക്കത്തിന്റെ മണം ഉണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാടിക്കൊണ്ടുള്ള ഗാനങ്ങളെല്ലാം, അതിന്റെ ശബ്ദങ്ങളെല്ലാം അവിടെ ഉയർന്നുകൊണ്ടിരിക്കും. ആ പരിപാടി മുഴുവനായിട്ടും പതിയെ 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 ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയും അതിന്റെ മുകളിലുള്ള എല്ലാ വീടുകളും ഇങ്ങനെ ചലിക്കുന്നത് പോലെ ആ പരിപാടി, ആ കുതിരയും അതുപോലെ തന്നെ അതിന്റെ മുകളിലെ ജ്യേഷ്ഠനും അതിന്റെ ചുറ്റുമുള്ള ജനങ്ങളും സ്ത്രീകളും എല്ലാം പതിയെ പതിയെ മുന്നോട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഒരു നാട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രകടന ജാഥ പോലെ അങ്ങനെ പതിയെ പതിയെ അതിങ്ങനെ മുന്നോട്ട് ചലിച്ചുകൊണ്ടേയിരിക്കും. എന്തിനാണ് ഇത്രയും വലിയ ആഘോഷങ്ങളെല്ലാം നടക്കുന്നത്? ഇതിനെല്ലാം കാരണം ആ അസ്ഹരിയായ ജ്യേഷ്ഠൻ ആ ദിവസം അവിടെ ഖലീഫയെ നിയമിക്കപ്പെട്ടു എന്നുള്ളത് കാരണത്താലാണ്. അഥവാ അവിടുത്തെ ഖലീഫയായിട്ട് അവന്റെ ജ്യേഷ്ഠൻ മാറി എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ സ്വീകരണവും ഇത്രയും വലിയ ആഘോഷമൊക്കെ അവിടെ നടക്കാൻ കാരണം. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മദീനയും അതിന്റെ ചുറ്റുമുള്ള നാടുകളുമെല്ലാം ഈ ഒരു പരിപാടിയിൽ, ഈ ആഘോഷത്തിൽ ആ ജ്യേഷ്ഠന് ചുറ്റുന്നത് പോലെയുണ്ട്. അത്രക്കും വലിയൊരു ആഘോഷമായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് മറ്റുള്ള യുവാക്കളൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇവന്റെ ജ്യേഷ്ഠനെ മാത്രം ഖലീഫയാക്കാൻ കാരണം അദ്ദേഹം ഒരു അസ്ഹരിയാണ്. അദ്ദേഹം ഒരുപാട് ഇൽമു പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം അൽഫി പഠിച്ചിട്ടുണ്ട്, ജൗഹർ പഠിച്ചിട്ടുണ്ട്, ഖരീദ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്നത് കാരണത്താലാണ് ഈ കുട്ടി ഇതെല്ലാം ഈ ഇൽമു പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ജ്യേഷ്ഠന് കിട്ടുന്ന ആനുകൂല്യങ്ങളും സ്വീകരണങ്ങളും ഇതെല്ലാം കാണുമ്പോൾ ഈ കുട്ടിക്ക് ഇൽമു പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ ഈ കുട്ടിക്ക് തോന്നാതിരിക്കുമോ അങ്ങനെ അൽഫിയും അതുപോലെ തന്നെ അവന്റെ ജ്യേഷ്ഠൻ ഓതിയതെല്ലാം ഓതാതിരിക്കാൻ തോന്നുമോ? അതുപോലെ തന്നെ അവന്റെ സമപ്രായക്കാരിൽ നിന്നും അവന്റെ ചങ്ങാതിമാരിൽ നിന്നും അൽഫിയും ജൗഹറയും ഖരീദയെല്ലാം പഠിച്ചുകൊണ്ട് വ്യത്യസ്തനാവാനും അവൻ ആഗ്രഹിക്കാതിരിക്കുമോ? അപ്പോൾ ഇവനെന്താണ് ഈ അൽഫിയും അതുപോലെ തന്നെ ഖരീദയും ജൗഹറയും എന്തും സംഭവം മനസ്സിലാകുന്നില്ലെങ്കിലും ഇവന്റെ ജ്യേഷ്ഠൻ ഇതെല്ലാം പഠിച്ചു. ഇവന്റെ ജ്യേഷ്ഠൻ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അത് കാരണത്താൽ ഇവനും പഠിക്കുന്നു. ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും ഇവൻ അങ്ങനെ പഠിച്ചു എന്നുള്ളതാണ് ഈ പാരഗ്രാഫിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പാരഗ്രാഫിൽ വകം ഖാന ഫർഹാൻ, ഈ കുട്ടി ത്വഹാ ഹുസൈൻ അദ്ദേഹം മദ്രസയിൽ പോകുന്ന ആ ദിവസം വളരെയധികം സന്തോഷവാനും ഒരു അഹങ്കാരിയുമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ അൽഫിയുടെ ഒരു കോപ്പി ഉണ്ടായിരുന്നു. ആ കോപ്പി വളരെയധികം ചെറുതും മോശമായതും അതിന്റെ ചട്ടയൊക്കെ വളരെയധികം മോശമായിട്ടുള്ള കോപ്പി ആണെങ്കിൽ പോലും അത് അങ്ങനെ ആയിരിക്കുന്നതോടുകൂടെ അദ്ദേഹത്തിന്റെ സമപ്രായക്കാർ ചുമക്കുന്ന 50 മുസ്ഹഫിനോട് അതിന് അത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അടുക്കൽ ആ അൽഫിയുടെ ചെറിയ കോപ്പിക്ക്. അവസാനത്തെ പാരഗ്രാഫിൽ അൽ മുസ്ഹഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ഹഫിന് അദ്ദേഹം ആ ചെറിയ കുട്ടി അദ്ദേഹം ചെറുപ്പകാലത്ത് മുസ്ഹഫ് കാണാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ മുസ്ഹഫിൽ നിന്നൊന്നും അദ്ദേഹത്തിന് ഉപകാരം ചെയ്തിട്ടില്ല. എത്ര യുവാക്കളാണ് മുസ്ഹഫ് പഠിച്ചിട്ടുള്ളത്, കാണാതെ പഠിച്ചിട്ടുള്ളത്. പക്ഷേ അവരാരും ഇങ്ങനെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. അവരാരും ഈ മൗലൂദ് നബിയുടെ ആ അവസരത്തിൽ ഖലീഫയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുമില്ല. പക്ഷേ അൽഫിയ പഠിച്ച ആളെന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ ഖലീഫയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അൽഫിയ വലാക്കിനൽ അൽഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കറിയോ എന്താണ് അൽഫിയ എന്നുള്ളത്? വഹസ്ബുക്ക്, നീ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ സയ്യിദ് അലിഫിൽ നിന്ന് ഒരു ഹർഫിനെയും കാണാതെ പഠിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഈ അലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസായിദുൽ മുഅല്ലിം, നമ്മുടെ ഈ നാട്ടിലെ ഉസ്താദിന്റെ സഹായി മുസായിദുൽ മുഅല്ലിം, ആ സഹായി ലാ യഹ്സിനു അൻ യഖ്റഅ അൽ ഊല മിൻഹ, അലിഫിയിൽ നിന്നുള്ള ആദ്യത്തെ ബൈത്ത് പോലും അദ്ദേഹത്തിന് നല്ലപോലെ പാടാൻ അറിയില്ല. അൽഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു പദ്യമാണ്. വലൈസ മുസ്ഹഫിൽ എന്തില്ലല്ലോ, പദ്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ ഈ കുട്ടി ഈ അൽഫിയുടെ ആദ്യ ബൈത്ത് പാടുന്ന സമയത്ത് ഏതാണ് ആദ്യ ബൈത്ത്? കാല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലിക്കിൻ അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലിക്കിൻ എന്ന് പറയുന്ന ആദ്യ ബൈത്ത് പാടുന്ന സമയത്ത് ആ കുട്ടിക്ക് വലിയ സന്തോഷമുണ്ടായി. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഖുർആനിൽ ഏത് സൂറത്ത് ഓതുമ്പോഴും അത്രത്തോളം സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത്രത്തോളം വലിയൊരു സന്തോഷം ഈ കുട്ടിക്ക് കാല മുഹമ്മദൻ എന്ന് പറയുന്ന അൽഫിയന്റെ ആ ആദ്യ ബൈത്ത് പാടുന്ന സമയത്ത് അത്രത്തോളം സന്തോഷമുണ്ടായി. അൽഫിയ എന്ന് പറയുന്നത് അറബി ഗ്രാമറിന്റെ ഒരു ഗ്രന്ഥമാണ്. ഇബ്നു മാലിക് റഹിമഹുല്ലാഹ് രചിച്ച ഒരു ഗ്രന്ഥമാണ് അൽഫിയത്ത് ഇബ്നു മാലിക് എന്ന് പറയുന്നത്. ഈ അൽഫിയ പഠിച്ചതുകൊണ്ട് ഈ ജ്യേഷ്ഠന് ഇത്രയേറെ നേട്ടങ്ങൾ, ഇത്രയേറെ സ്വീകരണങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ കുട്ടി അൽഫിയെ ഖുർആനിനേക്കാൾ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ സംസാരിച്ച് അദ്ദേഹം പറയുന്നത്. അവസാനമായിട്ട് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തായാലും നോക്കി പോകണം, ആക്ടിവിറ്റീസ് നോക്കി പോകണം. കാരണം ക്വസ്റ്റ്യൻസ് ഏറെക്കുറെ സാമ്യമായിട്ടുള്ളതാണ് ഉണ്ടാവുക. നമുക്ക് ഏതായാലും നോക്കാം. ലിമാദ അഷാറൽ അസ്ഹരിയു അലാ ഖൈബി അൻ യുഖ്ലാ സനതൻ കാമിലതൻ ഫീ ഖറിയതി, എന്തുകൊണ്ടാണ് ഈ കുട്ടിയോട് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള അസ്ഹരി നാട്ടിൽ ഒരു വർഷം കൂടെ നിൽക്കാൻ കൽപ്പിച്ചത്? കാരണം ഈ കുട്ടി എന്ന് പറയുന്നത് അസ്ഹറിൽ പോകാനുള്ള പ്രായമായിരുന്നില്ല. അതുപോലെ തന്നെ ചെറിയ കുട്ടിയായിരുന്നു. അത് കാരണത്താൽ ഈ സഹോദരൻ ഈ കുട്ടിയെ ചുമക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ചെറിയ കുട്ടിയെ കൊണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ കാര്യമൊക്കെ ജ്യേഷ്ഠൻ നോക്കേണ്ടി വരുമല്ലോ. അങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് കാരണത്താലാണ്
ജ്യേഷ്ഠൻ ഒരു വർഷം കൂടെ നാട്ടിൽ നിൽക്കാൻ പറഞ്ഞത്. രണ്ടാമത് ബിമാ അഷാറൽ അസ്ഹരി വല അഖി, എന്താണ് തന്റെ സഹോദരനോട് അസ്ഹരി സൂചിപ്പിച്ചത്? അസ്ഹരി സൂചിപ്പിച്ചത് എന്താണ്? അദ്ദേഹം തന്റെ സഹോദരനോട് ഒരു വർഷം കൂടെ കാത്തിരിക്കാനും ആ ഒരു വർഷത്തിൽ ഈ അസ്ഹരിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 2 കിതാബുകൾ കൊടുത്തു. അതിൽ ഒന്നെന്താണ് അൽഫിയ, അതേപോലെ തന്നെ അത് പൂർണ്ണമായിട്ട് കാണാതെ പഠിക്കാനും പിന്നെ കുറച്ച് മത്തനുകൾ അതിൽ ചില ഭാഗങ്ങൾ കാണാതെ പഠിക്കാനും പറഞ്ഞു. മൂന്നാമതായിട്ടുള്ളത് കൈഫ ദഹറൽ അസ്ഹരി ബിൽ മക്കാനത്തിൽ മുംതാസത്തി ഫീ നഫ്സി അബവൈഹി വ ഇഖ്വതിഹി വ അഹ്ലിൽ ഖറയത്തി ജമിയ, എങ്ങനെയാണ് ഈ നാട്ടുകാരുടെയും സഹോദരങ്ങളുടെയും മാതാപിതാക്കളുടെയും ഇടയിൽ ഈ അസ്ഹരിക്ക് ഇത്രയും വലിയൊരു സ്ഥാനം കിട്ടിയത്? കാരണം അസ്ഹരി ഒരുപാട് കിതാബുകൾ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം അൽഫിയ കാണാതെ പഠിച്ചിട്ടുണ്ട്. ഹരീദയും ജൗഹറയും ലാമിയത്തുൽ അഫ്ആലും റഹബിയും സിറാജിയും എല്ലാം അദ്ദേഹം കാണാതെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരുപാട് പഠിച്ച് അദ്ദേഹം വലിയൊരു ആലിമായി. അത് കാരണത്താലാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ലിമാദ കാന അഹ്ലുൽ ഖറയത്തി യഫ്റഹൂന ബിഅവദത്തിൽ അസ്ഹരി ഇലാ ഖറിയ, ഈ നാട്ടിലേക്ക് അസ്ഹരി വരുമ്പോൾ എന്തിനാണ് ജനങ്ങൾ ഇത്രയേറെ സന്തോഷിച്ചിരുന്നത്? കാരണം ആ നാട്ടിൽ വേറൊരു ആലിം ഉണ്ടായിരുന്നില്ല. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ആ ഷെയ്ഖ് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഖുതുബ നിർവഹിക്കുന്നത് പോലും ഈ അസ്ഹരിനോട് ചോദിച്ചിട്ടാണ്. അതുപോലെ തന്നെ അസ്ഹരിയുടെ തൗഹീദിലും അതുപോലെ തന്നെ ഫിഖിന്റെ കാര്യങ്ങളിലൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ കേണപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ നാട്ടിൽ വേറൊരു ആലിമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവരെന്താണ് ഈ അസ്ഹരി എത്രയേറെ അദ്ദേഹത്തിന്റെ വരവിൽ ഇത്രയേറെ അവർ സന്തോഷിച്ചിരുന്നത്. കൈഫ കാന അഹ്ലുൽ ഖറയത്തി യുക്രിമൂനൽ അസ്ഹരിയ, അസ്ഹരി എങ്ങനെയായിരുന്നു ജനങ്ങൾ എല്ലാവരും ആദരിച്ചിരുന്നത്? അവരെല്ലാവരും ആദരിച്ചിരുന്ന അദ്ദേഹത്തിന് പുതിയ വസ്ത്രങ്ങളും പുതിയ കുത്തുഫാനും പുതിയ അതുപോലെ തന്നെ തുറബവും പുതിയ തൊപ്പിയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി അവർ വാങ്ങിച്ചു കൊടുക്കും. അദ്ദേഹത്തിന്റെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കും. ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിന് അവരെല്ലാം ബഹുമാനിച്ചിരുന്നത്. അയ്യു ഷെയ്ൻ ഖാൻ അഹ്ലുൽ ഖറയത്തി ഖാൻ ഇഷ്തറൂന ലിൽ അസ്ഹരി ബിമുനാസബത്തിൽ ഇഹ്തിബാലി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മൗലിദിന്റെ ആഘോഷത്തിന് വേണ്ടിയിട്ട് അവർ അസ്ഹരിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വാങ്ങിച്ചു കൊടുത്തിരുന്നത്? നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിന് വേണ്ടി പുതിയ ജുബ്ബ, അതുപോലെ തന്നെ പുതിയ കുത്തുഫാന്, പുതിയ വാഹനം, അതേപോലെ തന്നെ പുതിയ തൊപ്പി, ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അവർ വാങ്ങിച്ചു കൊടുത്തിരുന്നു. അതേപോലെ തന്നെ ഏഴാമതായിട്ടുള്ള ക്വസ്റ്റ്യൻ, കൈഫ കാനൽ അസ്ഹരി യുസ്തഅദു ലിൽ ഇഹ്തിഫാൽ ബിമൗലിദിൻ നബി, ആ മൗലിദ് നബിയുടെ ആഘോഷത്തിന്റെ ആഘോഷത്തിൽ എങ്ങനെയായിരുന്നു അസ്ഹരി തയ്യാറായിരുന്നത്? എങ്ങനെയായിരുന്നു ആ ദിവസത്തെ നമ്മൾ ഒരു ചിത്രീകരിച്ചിട്ടുണ്ടല്ലോ. അഥവാ അസ്ഹരി എന്താണ് നല്ല രീതിയിൽ ഒരുങ്ങുന്നു. ഉമ്മയാണെങ്കിൽ ഒരുപാട് മന്ത്രങ്ങളെല്ലാം ചൊല്ലി ഒരുപാട് ദുആ ചെയ്തുകൊണ്ട് പറഞ്ഞേക്കുന്നു. ഉപ്പയാണെങ്കിൽ വളരെ സന്തോഷം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അതുപോലെ തന്നെ അസ്ഹരി എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി കുതിര കാത്തു നിൽക്കുന്നുണ്ട്. ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ ചുമത്തുകൊണ്ട് കുതിരയുടെ മേൽ വെക്കുന്നു. അവർ അങ്ങോട്ട് വളരെയധികം രീതിയിൽ മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാട്ടുകളെല്ലാം പാടിക്കൊണ്ട് സ്ത്രീകളെല്ലാം ശബ്ദം ഉണ്ടായിക്കൊണ്ട് തെരുവോരങ്ങളിലൂടെ അവർ യാത്ര ചെയ്യുന്നു. ആ രീതിയൊക്കെ വിശദീകരിക്കാം. അതേപോലെ തന്നെ എട്ടാമതായിട്ടുള്ള ക്വസ്റ്റ്യൻ, ഹൽ അഅജബക മഷ്ഹിദ ലിൽ ഇഹ്തിഫാലി ബി മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൗലിദ് നബിയുടെ ആഘോഷത്തിന്റെ രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള രീതിയിലാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട അതിന്റെ ആ ഒരു പ്രത്യേകതയും ആ ഒരു വിചിത്രമായിട്ടുള്ള ആഘോഷങ്ങളും രീതികളൊക്കെ നമുക്ക് പ്രതിപാദിക്കാം. അതുപോലെ തന്നെ മാഹിയ കലിമാത്തുൽ തആബിറുല്ലതി തഅല്ലംതഹ ഫി ഹാദി ദർസി, ഈ പാഠഭാഗത്തിൽ നിങ്ങൾ പഠിച്ച പുതിയതായിട്ടുള്ള പ്രയോഗങ്ങൾ, പുതിയതായിട്ടുള്ള കലിമാത്തുകൾ, ഇവിടെ ഒരുപാട് പ്രയോഗങ്ങൾ ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഈ അവസാന ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിന്റെ ആശയങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടുള്ള പ്രയോഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഏതുപോലെയുള്ള ഈ മൗഖീ പോലെയുള്ള മൗഖീ എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയക്കുഴപ്പം, ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ആശയക്കുഴപ്പാണ്. അഥവാ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ആശയക്കുഴപ്പാണ് മൗഖീ എന്ന് പറയുന്നത്. അതുപോലെയുള്ള ഒരുപാട് പദങ്ങളും പ്രയോഗങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയും. അതേപോലെ തന്നെ ജദുലാൻ, ഉപ്പ ജദുലാനായി എന്ന് പറയുന്നുണ്ടല്ലോ. ജദുലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തിന്റെ അവസരത്തിൽ ഉണ്ടാകുന്ന ഒരു ആശങ്ക, ആ ആശങ്കക്കാണ് ജദുലാൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പദങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവസാനമായിട്ടുള്ള ക്വസ്റ്റ്യൻ, കൈഫ വജദത ഉസ്ലൂബ ത്വഹാ ഹുസൈൻ, ത്വഹാ ഹുസൈന്റെ ഈ കഥയിലുള്ള ആ ഒരു രീതി, അദ്ദേഹം കഥ പറയുന്ന രീതി എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ രീതി, അത് നമുക്ക് അറിയാം. ഇദ്ദേഹം ഒരു കഥ പറയുന്ന രീതിയിലാണ് ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സിമ്പിൾ ലാംഗ്വേജ് ആണ്, സിമ്പിൾ ശൈലിയാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിലുള്ള അദ്ദേഹം ആ ഒരു രീതിയിലാണ് ഇതിനെ വിവരിച്ചിട്ടുള്ളത്. അവസാനമായിട്ട് കുറച്ച് അൽഫാദ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എല്ലാം നമുക്ക് അറിയുന്ന അൽഫാദുകൾ തന്നെയാണ്. യസ്തദ്ഹിറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനപ്പാടമാക്കുക എന്നാണ് അർത്ഥം. രണ്ടാമതായിട്ട് അത്കന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആക്കുക. യഹ്തമിലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമക്കുക, സഹിക്കുക എന്നൊക്കെ അർത്ഥം വരും. മുബ്തൈജ് പറഞ്ഞാൽ സന്തോഷിക്കുന്ന ആൾ. യുഖദറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കാക്കപ്പെടുക എന്നുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ യുസമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് വെക്കുക. അതേപോലെ തന്നെ യതവസ്സലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപേക്ഷിക്കുക, തേടുക എന്നുള്ള അർത്ഥമാണ്. അഖ്ബല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിട്ട് വരിക. അൽഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഖ ഹുതുബത്തൻ പ്രസംഗിക്കുക എന്നുള്ള അർത്ഥമാണ്. അൽഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക എന്ന അർത്ഥമുള്ളൂ. അൽഖ ഹുതുബത്തൻ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുക എന്നുള്ള അർത്ഥമാണ്. അതേപോലെ തന്നെ ഹസ്ബുക്ക എന്ന് പറഞ്ഞാൽ നിനക്ക് മതി. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇബാറത്തുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ജുംലകൾ ഉണ്ടാക്കാൻ ഒരു പക്ഷേ ചോദ്യം വന്നേക്കാം. അബിബുക്ക യഹൈസു ഹുവ സനത്തുൻ ഉഖ്റ, അദ്ദേഹം എങ്ങനെയാണോ ഉള്ളത് ആ അവസ്ഥയിൽ തന്നെ ഒരു വർഷം കൂടെ ബാക്കിയായി. ലം യകുൻ ബുദ്ദുൻ, അവരെ നിർബന്ധമാണ്. ബുദ്ദുനാണ് നിർബന്ധമാണ്. ബുദ്ദുനാണ് കൂടാതെ കഴിയില്ല എന്നുള്ള അർത്ഥമാണ്. അഥവാ നിർബന്ധമാണ് എന്നാണ് ഇവിടെ ആശയം. അതേപോലെ തന്നെ മവാക്കിയ തിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയക്കുഴപ്പമുണ്ടാവുന്ന സംഭവം. അതുപോലെ തന്നെ ഇജാബ് എന്ന് പറഞ്ഞാൽ ആശ്ചര്യം. അതുപോലെ തന്നെ അന്നാ തദുല്ലു അല, അത് ഒന്നിന്റെ മേൽ അറിയിക്കുന്നു. മാതാ
മാതാ അസായക്കൂന എന്തൊന്നാണ് മാതാ അസായക്കൂന ഫിക്കു എന്ന് ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് ഫിക്ക് എന്ന് ചോദിക്കുന്നത്, അതിന്റെ മാതാ അസായക്കൂനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹത്താ ഇതാക്കുബലാദ അദ്ദേഹം മുന്നിട്ട് വരുന്നത് വരെ കന്നമത്ത് തഹറക്ക് മാഹു അദ്ദേഹത്തോട് കൂടെ ചലിക്കുന്നത് പോലെയുണ്ട്. എട്ടാമതായിട്ടുള്ളത് ഇതൻ നിസാവ് യുസരീദിന സ്ത്രീകൾ എന്താണ് സന്തോഷം കൊണ്ട് ശബ്ദമുണ്ടാക്കുന്നു. അതുപോലെ തന്നെ അൽ ജവ്വു യതഅറജു ബി ഉർഫിൽ ബഖൂരി കുന്തിരിക്കത്തിന്റെ മണം കൊണ്ട് അന്തരീക്ഷമെല്ലാം അതിന്റെ മണം വ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കാനത്തു അദിലു ഇൻദഹു അദ്ദേഹത്തിന്റെ അടുക്കൽ അതെന്താണ് മറ്റൊന്നിനോട് കിടപിടിക്കും, സമമാവും. അദ്ദേഹത്തിന്റെ അടുക്കൽ അൽഫിയ ഖുർആനോട് എന്താണ് സമമാവും. ആ പ്രയോഗമാണ് കാനത്തു അദിലു ഇൻദഹു എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ അൽഫാദുകളുടെ അർത്ഥം ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതിയാവും. ഇത് വരണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്താണ് ഇതിൽ നിന്നുള്ള ഒന്നോ രണ്ടോ ഒരു പക്ഷേ വന്നേക്കാം. അതുകൊണ്ട് ഇതിന്റെ ജസ്റ്റ് ഒന്ന് ആശയം മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ പാഠഭാഗത്തിന്റെ ആശയം മനസ്സിലാക്കി വെക്കുക. പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസറുകൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഒരുപക്ഷെ ഈ പാഠഭാഗത്ത് നിന്ന് ഒരു പാരഗ്രാഫ് കൊടുത്താണ്ട് അതിൽ നിന്നുള്ള സമാനമായിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് നോക്കുക. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നമ്മുടെ ക്ലാസ്സിൻ്റെ രീതി മാറ്റാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റേതെങ്കിലും രീതികളാക്കാനോ അല്ലെങ്കിൽ അറബി വായിക്കണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.